ലെവൽ വിട്ട് പോയാൽ നമ്മൾ പറയുന്നതും കേൾക്കാതെ പോകാന്നുണ്ടെങ്കിൽ അവരുടെ വിധി നോക്കി പറയും. ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ജീവിക്കണമല്ലോ, എന്താണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ ചിലപ്പോ നമുക്ക് ചതിയിൽ വീഴാം. ഞാൻ ജീവിച്ചിരുന്നാലേ അവരെ എനിക്ക് എവിടെയാണെങ്കിലും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്റേതായ പാഷൻ ശരിക്കും വേറെയൊക്കെ ആയിരുന്നു. ജീവിക്കാൻ വരുമാനമൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ നമ്മളത് ചെയ്തല്ലേ പറ്റും. ഉപ്പും മുളകും സീരിയലിലെ നീലു എന്ന കഥാപാത്രത്തെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയത്തില്ല. മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു നിഷ സാരംഗ് അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രം. അല്ലെങ്കിൽ നീലു മാത്രമല്ല കേട്ടോ, ബാലുവും മുടിയനും പാറുക്കുട്ടിയും ഒക്കെ നല്ല നല്ല കഥാപാത്രം, നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവരെ ജീവിച്ച് കാണിക്കുന്ന ചില കഥാപാത്രങ്ങളെ തന്നവരാണ് ഇവരൊക്കെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഉപ്പും മുളകും സീരിയലുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിനകത്തിലെ ബാലുവും ശ്രീകുമാറും അതിനകത്തിലെ ഒരു നടിയോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നും പറഞ്ഞിട്ട് അതിലെ ഒരു നടി പരാതിപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ആ നടി ആരാണെന്ന് ഇതുവരെയും പുറത്തു വിട്ടിട്ടുമില്ല. എങ്കിലും വിഷുവിന്റെ അന്ന് ഈ നിഷ സാരംഗുമായിട്ട് ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ഈ പരാതി കൊടുത്ത സ്ത്രീ ആരാണെന്ന് ഇപ്പോ ഒരുവിധം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെന്റ്, ഒരാള് നമ്മളോട് ഒരു കാര്യം ചോദിക്കണോ, നമ്മൾ അതിന് മറുപടി പറയണം. അത് വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാര് അതിന് വേറൊരു ഹെഡിങ് ഇട്ടിട്ട് വേറെ രീതിയിലാണ് അവർക്ക് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയമാണ്. ഞാൻ ഇന്നലെ ഒരു മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെയുള്ള ഒരു ന്യൂസ് അല്ലേ നമ്മൾ കേട്ടതും. ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ്. അതിനുള്ള മറുപടി പറയേണ്ടതും അവർ തന്നെയാണ്. അപ്പൊ അത് വേറെ ആൾക്ക് ജീവിക്കാൻ വേറൊരു വരുമാന മാർഗ്ഗമാണ് അത്. പിന്നെ അവർ ഹെഡിങ്. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഒരു 50 വയസ്സ് കഴിയുമ്പോൾ അവർ അവരുടേതായ ഒരു ഹെൽത്ത് ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് വേറെ അർത്ഥങ്ങളായിരുന്നു. ആ പ്രതിസന്ധികൾ ഉണ്ടായാലും ജീവിതത്തിൽ ചിലപ്പോ ഒരുപാട് കാര്യങ്ങളിൽ തോറ്റു പോയിട്ടുണ്ടാവും. തുടക്കം തൊട്ടേ തോൽക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് ഭാര്യമാരും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോയി അവസാനം വരെ ഇവരുടെ ജീവൻ ദൈവം എടുക്കുന്നിടം വരെ ഇവർ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇവരെ പോരാട്ടം മൊത്തം. അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ എന്ന് പറഞ്ഞ പോലെ മക്കളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഇവർക്ക് വരുന്ന സങ്കടങ്ങളൊക്കെ ഇവർ അങ്ങ് വിഴുങ്ങാണ് ചെയ്യുന്നത്. പോട്ടെ, എന്റെ പ്രശ്നമല്ലേ, പോട്ടെ, എനിക്ക് എന്നാലും എന്റെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ ജീവിച്ചിരുന്നാലേ അവരെ എനിക്ക് എവിടെയാണെങ്കിലും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വേർഡ് ഉപയോഗിച്ചത്. 50 വയസ്സ് കഴിഞ്ഞ തനിക്ക് ഒരു ജീവിതം ഇനി വേണമെന്ന് മുന്നൊരു ഇന്റർവ്യൂവിൽ ഈ നിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇതുവരെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം എന്നാണ് ഇപ്പോഴും നിഷ പറയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കണ്ടിരുന്ന ഒരു സിറ്റ്കോം കുറെ എന്തൊക്കെയോ ഇപ്പൊ മുടിയൻ മാറി, അതിനുശേഷം ചേച്ചി ഒരു വിഷയവുമായിട്ട് വരുന്നു. അപ്പൊ മലയാളികൾ ഒന്നടങ്കമാണ് അത് ഏറ്റെടുത്തത്. പക്ഷെ വീണ്ടും എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പൊ അത് നമ്മൾ ഇത്രയും കാലം അത്രയും ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിപ്പോ ഇങ്ങനെ തെന്നി പോകുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നു? ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സീരിയലാണ് ഈ ഉപ്പും മുളകും എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രങ്ങൾ ഒക്കെ അഭിനയിക്കുകയല്ല, അങ്ങ് ജീവിച്ച് കാണിക്കുകയാണ്. അതായത് ഈ ബാലു ആയാലും നീലു ആയാലും അതിന്റെ മക്കളായാലും മുടിയനായാലും ആ ലച്ചു, ആ പാറുക്കുട്ടി സായുധം, അങ്ങനെ കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും അതങ്ങനെ ജീവിച്ച് കാണിക്കുന്ന രീതിയിലാണ് അതിനകത്തിലെ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഏതോ കണ്ണേർ കിട്ടിയതുപോലെ ആയിപ്പോയി ഈ ഉപ്പും മുളകും. അതേ ഇപ്പൊ വിവാദമായി, അതിൽ ആൾക്കാർ തമ്മില് ഒരു സ്വരച്ചേർച്ച ഇല്ലാതായി, ആകെപ്പാട് താളം തെറ്റിപ്പോയി ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിൽ തന്നെ. അത് അങ്ങനെ സംഭവിച്ചു. ഇനി നമ്മള് നെക്സ്റ്റ് എന്ന് പറയാൻ നമുക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത് അതിലാണെങ്കിൽ അതിലേക്ക് മറ്റൊന്നിലാണെങ്കിൽ മറ്റൊന്ന്, അല്ലെ, ജീവിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും. ഇനി ആ ഒരു ടീം സംഭവിക്കില്ലേ ഇതുപോലെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്? അറിയില്ല, അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല, നിർബന്ധമില്ല. ഇല്ലേ, അതെങ്ങനെയാണോ സംഭവിക്കണം അങ്ങനെ സംഭവിക്കട്ടെ. ജീവിക്കണമല്ലോ, എന്താണെങ്കിലും ജീവിച്ചേ പറ്റും. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ജോലി ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കണം എന്തായാലും. ഇപ്പൊ ഒരു വിവാദം വരുമ്പോൾ അതിൽ അഭിനയിച്ച സകല സ്ത്രീകളെയും തെരഞ്ഞുപിടിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളാണോ അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഒരു ദിവസം വന്നവരുടെ അടുത്ത് പോലും എന്താണത് ആ ഒരു വേറൊരു കണ്ണിലൂടെ സോഷ്യൽ മീഡിയ കാണുന്നു, എന്താണ് ശരിക്കും നടന്നതെന്ന് മനസ്സിലാക്കാതെ അവരെ പ്രതികരിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയുടെ അടുത്ത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. അവർക്കും ജീവിക്കണമല്ലോ, അവരുടെ ജോലിയാണല്ലോ അത്. പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടായാലും മാത്രമേ അവരുടെ വീട്ടിൽ അന്നം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആരും കണ്ണീര് പിടിപ്പിക്കാണ്ട് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ കണ്ണീര് പിടിപ്പിക്കാണ്ട് നോക്കുക, അത്രേ ഉള്ളൂ. നിഷ പല കാര്യങ്ങളും വിഴുങ്ങുന്നുണ്ട്, പക്ഷെ ആങ്കർ ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ഈ നിഷയുടെ മനസ്സിലുള്ളത് എല്ലാം പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ആങ്കർ ആവും പണി 68 ശ്രമിക്കുന്നുണ്ട്. അതിന്റെ സത്യം എന്താന്നുള്ളത്
എന്തായാലും സത്യം കാലം തെളിയിക്കും. അപ്പൊ അതുവരെ മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഇവർ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാത്തത് കൊണ്ടാണ് ഇവർക്ക് നേരെ എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. ഇവരാണെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാ പ്രശ്നങ്ങളും അത് അവിടെ കൊണ്ട് തീർത്തേനെ. പക്ഷെ ഇവർ തുറന്ന് പറയുന്നില്ല. സത്യങ്ങൾ കാലം തെളിയിക്കട്ടെ എന്നാണ് ഈ നിഷ സാരംഗ് പറയുന്നത്. വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, പല പല അനുഭവങ്ങളിലൂടെ കടന്നു. ഇപ്പോഴും അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. അപ്പൊ ഇളയ മോള് എനിക്ക് തോന്നുന്നു ഇതിലോട്ട് വരുന്നു എന്ന് തോന്നുന്നു, അല്ലെ? അഭിനയിച്ചു എന്ന് തോന്നുന്നു. ഇപ്പൊ എന്ത് ഉപദേശമാണ് കൊടുത്തേ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിലാളി തന്നെയാണ്. അപ്പൊ അതിലുള്ള എല്ലാവരും ഒരേപോലെ കാണും. ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ട് സ്നേഹിക്കാൻ പഠിക്കുക, എളിമയോടെ നിൽക്കുക. ഇവരുടെ മകൾ അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ട ഉപദേശങ്ങളാണ് ഇപ്പൊ നിഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ ഇതിനകത്ത്? അത് നമ്മളിപ്പോ എല്ലാവരും എന്തൊക്കെ വിഴുങ്ങുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലായിടും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ. നമ്മളിപ്പോ ലോകത്ത് യാത്രയിൽ പോലും നമുക്ക് കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞൊരു യാത്രയാണ്. ആ ലൈഫിൽ ആ യാത്രക്കിടയിൽ പല തലത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ പോലും ചിലപ്പോൾ ചതിയിൽ വീഴാം. നമ്മൾ വിശ്വസിക്കും, വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിൽ ചിലപ്പോൾ നമുക്ക് ചതിയിൽ വീഴാം. അത് നമ്മളെ തെറ്റാണ്, അല്ലെ? വീഴാതെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഇതിന്റെ മനസ്സിലുള്ളത് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ആങ്കർ ആണെങ്കിൽ ശരിക്കും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഈ നീലു വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്റെ മനസ്സിലുള്ളത് പുറത്ത് പറഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി ആ നീലുവിന്റെ മനസ്സിലുണ്ട്. ബാലുവും നീലുവും അല്ലെങ്കിൽ പാറക്കുട്ടിയും അമ്മയും നമുക്കൊരിക്കലും കഥാപാത്രങ്ങളല്ല. നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥാപാത്രങ്ങളല്ല, ശരിക്കും അല്ലെ? ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഉണ്ടായിരുന്നു. അതെ. അത് നല്ലതാണോ? അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കഥാപാത്രം അതവിടെ കളഞ്ഞു, നെക്സ്റ്റ് കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം, വീട്ടിലേക്ക് വരുമ്പോൾ നമ്മള്. അങ്ങനെയാണ് നല്ലത്. അതാണ് നല്ലത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നുണ്ടോ? പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, പറഞ്ഞൊക്കെ നിൽക്കണം. അടുത്ത മാസമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇത്രയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും ഇങ്ങനെ വന്നപ്പോഴത്തേനും ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? ആങ്കർ ആണെങ്കിൽ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്ത് സപ്പോർട്ട് വേണം? വീട്ടിൽ എന്റെ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിലെന്താ പ്രശ്നം? വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ കുറെ കാലം കൊണ്ട് ഇങ്ങനെ നടക്കല്ലായിരുന്നോ? അപ്പൊ എന്റേതായ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്രയും ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശാരീരികമായിട്ട്. പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റി. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിലും ആ വർക്കിലും ഒരു റിട്ടയർമെന്റ് നമ്മൾ, അല്ലെ, അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ ചേച്ചി അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? പിന്നീട് ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ 50 വയസ്സിന് ശേഷം ഞാൻ എന്നെ ശ്രദ്ധിച്ചു, അപ്പൊ ചേച്ചി എന്ത് ചെയ്യുമായിരിക്കും? സിനിമ അല്ലെങ്കിൽ സീരിയൽ ഒന്നും അല്ല? അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്, എന്ത് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിക്കാൻ ഒരു ജോലി വേണം, അതേ ഉള്ളൂ. അതിപ്പോ എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എന്താണ് ജോലി നമ്മുടെ മുന്നിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണെന്ന് ഈ നീലു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബാലുവിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ബാലു പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നം കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയുന്നവര് എന്റെ കൂടെ തന്നെയുണ്ട്. അല്ലാതെ ഈ ഒരു പ്രശ്നം വന്നു എന്ന് കരുതിയിട്ട് എന്റെ ജീവിതത്തിലോ എന്റെ കരിയറിലോ ഒന്നും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ ബാലു കഴിഞ്ഞ ദിവസം ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. വളരെ മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുന്ന, ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മളെല്ലാവരും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സ്ത്രീകൾക്ക്, ഇപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഉപദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ വിശ്വസിക്കുന്നത് പോലെ നമുക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും, ഇല്ലേ? ഇപ്പൊ വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും നമുക്ക് മാത്രമേ നമ്മളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. വേറെ ആൾക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വാക്കെപ്പോഴും എനിക്ക് എന്ത് സപ്പോർട്ട് വേണം? വീട്ടിൽ എന്റെ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിലെന്താ പ്രശ്നം? വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ കുറെ കാലം കൊണ്ട് ഇങ്ങനെ നടക്കല്ലായിരുന്നോ? അപ്പൊ എന്റേതായ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്രയും ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശാരീരികമായിട്ട്. പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റി. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിലും ആ വർക്കിലും ഒരു റിട്ടയർമെന്റ് നമ്മൾ, അല്ലെ, അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ ചേച്ചി അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? പിന്നീട് ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ 50 വയസ്സിന് ശേഷം ഞാൻ എന്നെ ശ്രദ്ധിച്ചു, അപ്പൊ ചേച്ചി എന്ത് ചെയ്യുമായിരിക്കും? സിനിമ അല്ലെങ്കിൽ സീരിയൽ ഒന്നും അല്ല? അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്, എന്ത് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിക്കാൻ ഒരു ജോലി വേണം, അതേ ഉള്ളൂ. അതിപ്പോ എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എന്താണ് ജോലി നമ്മുടെ മുന്നിൽ
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നമ്മളിൽ നമ്മുടെ വിശ്വാസം കളയാതെ നോക്കാം. നമ്മളോട് നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണ് സത്യം, വേറെ ഒന്നും സത്യമാവില്ല അല്ലേ? ശരി, താങ്ക് യു. അല്ല അതല്ലേ സത്യം. നമുക്കിപ്പോ കുട്ടിക്ക് ഇപ്പൊ കുട്ടിയെ വിശ്വാസമാണ്, അതിനപ്പുറം കുട്ടിക്ക് ആരെങ്കിലും പൂർണ്ണ വിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാലില്ല. അതാണ്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരാളോട് പറയാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ. വിഷയത്തിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരട്ടെ. അതിൽ ബാലുവോ ശ്രീകുമാറോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടണം. അതല്ല ആ സ്ത്രീയാണോ തെറ്റുകാരി എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ.